മലയാള സിനിമയിൽ നെടുമുടി വേണു എന്ന നടന് മലയാള സിനിമാ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. ഏതു വേഷവും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള നടൻ. നായകനായും സഹനടനായും വില്ലനായും കഴിഞ്ഞ 44 വർഷത്തിനിടെ നെടുമുടി വേണു അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ചില്ലറയല്ല. മലയാളത്തിലും തമിഴിലുമായി 500-ലധികം സിനിമകളിൽ തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് നെടുമുടി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹം പ്രതിഭകളായ സംവിധായകർക്കൊപ്പവും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും ന്യൂജൻ പിള്ളേർക്കൊപ്പവും മത്സരിച്ച് അഭിനയിക്കുന്ന നടനാണ്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ PK കേശവൻ പിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും ഇളയ മകനായി 1948 മെയ് 22-നായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 73 വയസ്സ് പൂർത്തിയായിരിക്കുന്ന നെടുമുടി വേണു 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് തലസ്ഥാന നഗരിയിൽ എത്തുന്നത്. വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ആലപ്പുഴ SD കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചു. നാടകരംഗത്തു നിന്നാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. മാധ്യമപ്രവർത്തകനായാണ് ജീവിതം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതോടെ അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായി സൗഹൃദത്തിലായി. പ്രശസ്ത കവിയും നാടകകൃത്തുമായ കാവാലം നാരായണ പണിക്കരുമായുള്ള അടുപ്പവും വേണുവിനെ മലയാള സിനിമയിലേക്ക് എത്തിച്ചു. ജയൻ മരിക്കുകയും മലയാള സിനിമയിൽ നവോത്ഥാനം സംഭവിക്കുകയും ചെയ്ത സമയത്താണ് നിയോഗം പോലെ നെടുമുടി ചലച്ചിത്ര ലോകത്ത് എത്തുന്നത്. സമർത്ഥനായ ഒരു മൃദംഗം വായനക്കാരൻ കൂടിയാണ് അദ്ദേഹം. 1977 അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പാണ് ആദ്യ ചിത്രം. ഭരതന്റെ ആരവം എന്ന ചിത്രത്തിലെ വേഷം പ്രേക്ഷക മനസ്സിൽ നെടുമുടി വേണുവിനെ എക്കാലത്തേക്കും പ്രതിഷ്ഠിച്ചു. പത്മരാജന്റെ ഒരിടത്തൊരു ഫയൽവാൻ, കാരണവർ വേഷങ്ങളിലേക്കുള്ള ചുവടുമാറ്റത്തിന് നാന്ദിയായി. വൈകാതെ മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി മാറി. അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. പാച്ചി എന്ന അപരനാമത്തിൽ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥകളും നെടുമുടി വേണു രചിച്ചിട്ടുണ്ട്. കാറ്റത്തെ കിളിക്കൂട്, തീർത്ഥം, ശ്രുതി, അമ്പടഞ്ഞാനെ, ഒരു കഥ, ഒരു നുണക്കഥ, സവിധം, അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്നീ സിനിമകൾക്ക് തിരക്കഥ രചിച്ചത് നെടുമുടി വേണുവാണ്. പൂരം എന്ന ചലച്ചിത്രം സംവിധാനവും ചെയ്തു. ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി സജീവമായിരുന്നു. 1990 മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ്, 2003 ദേശീയ അവാർഡിൽ പ്രത്യേക പരാമർശം, 1987 2003 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം അടക്കം നിരവധി അംഗീകാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. മലയാള സിനിമയിൽ 4.5 പതിറ്റാണ്ടുകാലം പൂർത്തിയാക്കുന്ന അപൂർവ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. നെടുമുടിയെക്കുറിച്ച് ആരും ഇന്നേവരെ ഒരു ദുസ്വഭാവമോ പെരുമാറ്റ ദൂഷ്യമോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതിനു കാരണവുമുണ്ട്. എല്ലാവരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടെയും പെരുമാറുന്നു എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണമാണ്. ലോകത്ത് എവിടെ പോയാലും നെടുമുടി എന്ന നാട്ടുമ്പുറത്തുകാരന്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി അദ്ദേഹത്തെ നമുക്ക് വായിച്ചെടുക്കാം. കഴിവുറ്റ പ്രതിഭാധനനായ ഈ മഹാനടൻ 73-ാം വയസ്സിലും മലയാള സിനിമാ ലോകത്ത് സജീവമാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ പുഴുവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താരം. അതിനിടയിലാണ് ആരാധകരെയും മലയാള സിനിമാ ലോകത്തെയും ഏറെ ആശങ്കയിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഇന്നലെ ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി ലൈഫ്.